പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത വ്യക്തിയെ വിമതനായി ചിത്രീകരിച്ചത് ഉചിതമായില്ലെന്ന് ബാലമുകുന്ദൻ മാസ്റ്റർ. വിനായക നഗറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബാലമുകുന്ദൻ മാസ്റ്ററാണ് വാർത്താസമ്മേളനത്തിൽ സ്വകാര്യ ചാനലിനെതിരെ രംഗത്ത് വന്നത്. ഞാൻ മത്സരിക്കുന്നത് മറ്റൊരാളെ പരാജയപ്പെടുത്താനല്ല, മറിച്ച് തനിക്ക് വിജയിക്കുവാൻ വേണ്ടിയാണെന്നും പി കെ ശശിയേട്ടൻ പറഞ്ഞിട്ടല്ല സ്വതന്ത്രനായി മത്സരിക്കുന്നത്. സിപിഎം പാർട്ടി നേതൃത്വത്തിന്റെ ഒതുക്കൽ നയത്തിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നതെന്നും വിമർശനങ്ങളാകാം, പക്ഷേ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ ഒരു മണ്ണാർക്കാട് ലോക്കലുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ എന്നെ വളരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു വീഡിയോ പുറത്തുവിട്ടു. അതെനിക്ക് വല്ലാത്ത മാനസിക വിഷമുണ്ടാക്കി. പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നതാണ് സത്യം. കാരണം വല്ലാത്തൊരു മാനസിക വിഷമം എനിക്ക് ഉണ്ടാക്കി. അതാണ് ഈ ഒരു ഇതിന് കാരണം, അങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ കാരണം അതാണ്, മറ്റൊന്നുമല്ല. 17-ാം വാർഡ് ജനങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതിന്റെ ഭാഗമായി ആ പേരും പറഞ്ഞ് 17-ാം വാർഡിലൂടെ ആ ചാനലിന്റെ വ്യക്തി 17-ാം വാർഡിലൂടെ കറങ്ങുകയും അതിന്റെ ഭാഗമായിട്ടുള്ള വർത്തമാനങ്ങളിൽ എന്നെ പരാമർശിക്കുന്നത് CPM വിമതനായിട്ടാണ് പരാമർശിച്ചത്. അത് എടുത്തെടുത്ത് പറയുന്നതായിട്ടും കണ്ടു. എന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ, ബാലമുകുന്ദൻ മാഷ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ CPM വിമതൻ, ശക്തനായ PKS പക്ഷം എന്നൊക്കെ പരാമർശിച്ചു. അദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പാർട്ടി അംഗം അതേ പാർട്ടിയിലെ മറ്റൊരു അംഗത്തിനെതിരെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വിശേഷണം എനിക്ക് യോജിക്കും, വിമതൻ എന്ന വിശേഷണം. പക്ഷെ ഞാൻ മാസങ്ങളോളമായി പാർട്ടി അംഗമല്ല, ഒരു പാർട്ടിയിലും എനിക്ക് അംഗത്വമില്ല. പിന്നെ ഞാൻ എങ്ങനെ വിമതനാവും? അപ്പൊ അത് തികച്ചും കള്ളത്തരമാണ്, തികച്ചും നുണയാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. അതിലെന്റെ പ്രതിഷേധം അറിയിക്കാനാണ് ആദ്യമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അറിയാത്തൊരു കാര്യം വേറെ എന്ത് ഉദ്ദേശത്തോടെയാണോ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ദുഷ്ടലാക്ക് എന്തായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പരാമർശം എനിക്ക് യോജിച്ചതല്ല. ഞാനൊരു വിമത സ്ഥാനാർത്ഥി അല്ല. പിന്നെ PKSന്റെ ശക്തനായ പക്ഷം എന്നും കൂടെ അതിൽ പറയുന്നുണ്ട്. PKS എന്ന് പറഞ്ഞാൽ ശശിയേട്ടൻ എന്നൊക്കെ ഞാൻ പറയും, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സൗഹൃദ ബന്ധമുള്ള ആളാണ്. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാർത്ഥി അല്ല ഞാൻ. കാരണം അദ്ദേഹം ഇന്നും പാർട്ടി മെമ്പറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് പാർട്ടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥിയെ വിമതനായിട്ട് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് അദ്ദേഹം മുതിരുന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാനൊരു വിമത സ്ഥാനാർത്ഥി അല്ല എന്നുള്ളതാണ് എന്റെ വോട്ടർമാരോടും എന്റെ വാർഡിലെ ജനങ്ങളോടും എന്റെ നാട്ടുകാരോടും എനിക്ക് പറയാനുള്ളത്. അപ്പൊ അദ്ദേഹം ചെയ്തത് വളരെ വളരെ മോശമായി പോയി. എന്നെ അങ്ങനെ ഒരു മുദ്ര കുത്തിയത് വളരെ മോശമായി പോയി, ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, ഇതിലും സങ്കടകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇതേ ചാനലിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വിമതരുടെ പ്രധാന ഉദ്ദേശം എന്നല്ല പറഞ്ഞത്, ജന്മ ഉദ്ദേശം എന്നാ പറയുന്നത്. ഈ വിമതരുടെ, എന്റെ പേരെടുത്തിട്ട് പിന്നെ ഈ വിമതരുടെ, അപ്പോ എന്റെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വിമതരുടെ പ്രധാന ഉദ്ദേശം, ജന്മ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക എന്നാണെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ പറയാതെ പറയുന്നു, എന്റെ ഉദ്ദേശം എന്റെ വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കലാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ ഈ വ്യക്തി ആരുടെങ്കിലും PR വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ മത്സരിക്കുന്നത് എന്റെ വാർഡിലാണ്, ഞാൻ ജനിച്ചു വളർന്ന വാർഡിലാണ്. അവിടെ ഓരോ മുക്കും മൂലയും എനിക്കറിയാം. അവിടുത്തെ വോട്ടേഴ്സ് ഒക്കെ എന്റെ സഹോദരങ്ങളാണ്. അവർക്ക് എന്നെയും അറിയാം, എനിക്ക് അവരെയും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ജയിക്കാനാണ് മത്സരിക്കുന്നത്. അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനല്ല ഞാൻ മത്സരിക്കുന്നത്. ഈ ചാനലിലൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, ഇതിലൂടെ വേറൊരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നു അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട്, വിലയിരുത്തലുകളായിക്കോട്ടെ, വിരോധമൊന്നുമില്ല. പക്ഷെ എന്റെ ഉദ്ദേശം അതല്ല. എന്റെ ഉദ്ദേശം എനിക്ക് ജയിക്കണം, ഞാൻ ജയിക്കും. അതിലുള്ള പലരും, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മെമ്പറേ അല്ല, പാർട്ടി മെമ്പറേ അല്ല. പലരും ഇന്നത്തെ സാഹചര്യത്തില് ഒരുപാട് വേദനകളും അല്ലെങ്കിൽ ഒരുപാട് ഒതുക്കലുകളും അനുഭവിച്ചതിന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികളായതാ. അല്ലാതെ ഒരിക്കലും PK ശശി ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ PK ശശിയുടെ അനുവാദം വാങ്ങിയിട്ടോ നിന്ന സ്ഥാനാർത്ഥികളല്ല. എനിക്കത് പറയാൻ കഴിയും. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഞാൻ അടുത്ത കാലം വരെ പാർട്ടി അംഗമായിരുന്നു. ഒരു മാസങ്ങളോളമായിട്ട് ഞാൻ പാർട്ടിയിൽ നിന്ന് അംഗത്വം ഒഴിവായി പോകുന്ന വ്യക്തിയാണ്. അതിന് കാരണം ഇത് തന്നെയാണ്. കാരണം പാർട്ടി അതിന്റെ സീമകളൊക്കെ ലംഘിച്ചുകൊണ്ട് എന്തൊക്കെയോ ചില വ്യക്തി താല്പര്യങ്ങളോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങളോ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുന്നതായിട്ട് എനിക്ക് മണ്ണാർക്കാട് തോന്നുന്നത്.
മൊത്തം പാർട്ടിയെ പറയാൻ ഞാൻ അശക്തനാണ്. മണ്ണാർക്കാട് പ്രത്യേകിച്ച് അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇതുപോലെ ഒതുക്കലുകൾ സഹിച്ചവരായിരിക്കും ആണ് ഈ സ്ഥാനാർത്ഥികളായി വന്നിരിക്കുന്നത്. കാര്യങ്ങൾ അറിയാതെ സ്വന്തം കുടുംബത്തിലുള്ള ഒരു വ്യക്തി തനിക്കെതിരെ വാർത്തയിലൂടെ അടിസ്ഥാനരഹിതമായ ആരോപണം നടത്തിയതിൽ വളരെ പ്രയാസമുണ്ടെന്നും ബാലമുകുന്ദൻ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. സാധാരണക്കാർക്ക് പലിശരഹിത വായ്പാ പദ്ധതികളുമായി ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ധനകാര്യ സ്ഥാപനങ്ങൾ പലതുമുണ്ടാകാം. എന്നാൽ ₹1 പോലും പലിശ ഈടാക്കാതെ സ്വർണ്ണ വായ്പ നൽകുന്ന സ്ഥാപനം ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് മാത്രമല്ല ഗ്രൂപ്പ് ലോൺ, സേവിംഗ് അക്കൌണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിജിറ്റൽ EMI, RD, ബിസിനസ് ലോൺ തുടങ്ങി വിവിധ സ്കീമുകളും ആക്സിസ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവിലൂടെ ലഭിക്കുന്നു. ഇത്തിരി പൊന്നിന് ഒത്തിരി മൂല്യം എന്ന ആപ്തവാക്യവുമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിത കരങ്ങളിലാണെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 9446589554 9446589545 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.